ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഓർമ്മകൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ നല്ലൊരു മനുഷ്യനായിരുന്നു. പാവങ്ങൾക്ക് നല്ല ഉപകാരിയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മോള് പഞ്ചായത്ത് മെമ്പറാണ്. പുള്ളിയുടെ മോടെ കാര്യത്തിനും പഞ്ചായത്തിൽ നിർത്താനും എല്ലാ കാര്യത്തിനും ഉമ്മൻചാണ്ടി സാറ് മുന്നേ നിന്ന എല്ലാ കാര്യങ്ങളും നടത്തിയത്. ഏത് കാര്യത്തിനും ഉമ്മൻചാണ്ടി സാറ് മോടെ അവർ കുടുംബം നല്ല രീതി ജീവിക്കുന്നവരാണ്. പിന്നെ ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിനോട് പരിചയമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് മീനടത്താണ്. ഇത് ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിലൂണ് നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ വോട്ടൊക്കെ ഉമ്മൻചാണ്ടി, എൻ്റെ അമ്മ അപ്പന് ഇങ്ങനെയുള്ളവരെല്ലാവരും ഉമ്മൻചാണ്ടി സാറുള്ള കാലം പോയിട്ട് 2 വർഷമേ ആയുള്ളൂ. നല്ല നമ്മളോട് എല്ലാവരോടും ഇടപെടുന്നതും കാര്യങ്ങളും ഒക്കെ. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ചെന്നൊരു കാര്യം പറയാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ മോളുടെ കാര്യം ഇത് വന്നപ്പം നല്ല രീതിയായിരുന്നു എല്ലാത്തിനും. പിന്നെ ബ്ലോക്കിലോട്ട് ജയിപ്പിക്കാനും എല്ലാ കാര്യത്തിനും സാറ് മുന്നിലായിരുന്നു. സാറും സാറിൻ്റെ പാർട്ടി എല്ലാം. പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഉമ്മൻചാണ്ടി സാർ? ഉമ്മൻചാണ്ടി സാർ ഞങ്ങൾ ഇവിടെ വന്ന ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നു. ഒരു പ്രാവശ്യം. അന്നേരം ഊണിൻ്റെ സമയമല്ലായിരുന്നു, വന്ന് ജസ്റ്റ് കയറിപ്പോയതേ ഉള്ളൂ. സംസാരിക്കാൻ പറഞ്ഞാൽ സാറെന്നാ പ്രത്യേകിച്ച് സാറിനോടല്ല നമ്മൾ പറയാനാണ്. ആവശ്യങ്ങൾ വല്ലതും ഉള്ളവരല്ലേ സാറേ ഇന്നത് വേണമെന്ന് പറയുന്നത്. പക്ഷെ നമുക്കിതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾ ഈ നാട്ടിലല്ല, ഞങ്ങളുടെ മീനടത്തും എല്ലാം ഉമ്മൻചാണ്ടി സാറ് നല്ല എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെയാണ് എനിക്കിഷ്ടം. പിന്നെ മറ്റുള്ളവരുടെ ഒന്നും എനിക്കറിയത്തില്ല. ഞങ്ങളപ്പോൾ അപ്പൂപ്പന്മാർ മുതൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് ചെയ്യും. അത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഞങ്ങളുടെ രമണിയമ്മയെന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്. പിന്നെ ഞങ്ങളുടെ വേറെ 1-2 പേര് പാർട്ടിക്കാർക്ക് ചെയ്യും. ഇപ്പം നല്ല പാർട്ടി വ്യക്തിബന്ധത്തിന് ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ രമണിയമ്മയൊക്കെ ഞങ്ങളുടെ സ്വന്തമാണ്, അവിടെ ഞങ്ങളുടെ അയൽവക്കമാണ്. നമ്മുടെ ഏത് ആവശ്യത്തിനും നമുക്ക് വേണ്ടപ്പെട്ട അന്നേരം അവർക്ക് ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതൊക്കെ ചെയ്യും. അതുപോലെ ആരെന്നാ വന്ന് പറഞ്ഞാലും അവർക്ക് ചെയ്യും. അത് മാറുകയല്ല, അത് കേരളത്തിൻ്റെ ഉമ്മൻചാണ്ടിയില്ല. അപ്പോൾ ആ വോട്ട് നമ്മൾ മാറ്റി വിടാൻ പറ്റുമോ? അങ്ങനെ മാറ്റി വിടാൻ പാടാം. എന്താ എനിക്ക് ആ ചാണ്ടിയമ്മനെ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞവൻ ഇവിടെ വന്ന് മോടെ കൊച്ചു ഇവിടെ വന്ന് ഓരോന്ന് പറയുന്ന കേൾക്കാം. ചാണ്ടിയമ്മൻ നല്ല പയ്യനല്ലേ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ നല്ല ഊണായിരുന്നു. പക്ഷെ ഈ വന്ന് കയറിയപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയാണല്ലോ, ഈ കോട്ടനകത്തും അപ്പോൾ തന്നെ ഈ കാർ ഷെഡിന്റെ സൈഡിലും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയാണല്ലോ. അതെന്താ ഈ ഇതുമായിട്ടുള്ള ബന്ധം? അയ്യോ, ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ എന്നാ നിങ്ങൾ കാണേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനമെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പോലും മരിച്ചിട്ട് അത്രയ്ക്ക് ഒരു ആൾക്കാരില്ലായിരുന്നു. അതുപോലെ നല്ല മനുഷ്യനാണ് ഈ പുതുപ്പള്ളിക്ക്. അതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഹോട്ടലിനകത്തും എല്ലാം ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കാണുന്നത്. ഇപ്പൊ കാർ ഷെഡിൽ കറണ്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഉച്ചയ്ക്കത്തെ ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിച്ചത്. അപ്പൊ നല്ലൊരു ഊണായിരുന്നു, നാടൻ ഊണായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന് ഞങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ ഫോട്ടോ. ഞങ്ങൾക്കത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോ അത് ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിളക്ക് കത്തിക്കുന്നിടത്ത്. അത് ഉമ്മൻചാണ്ടി സാറിനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്? ഇഷ്ടംപോലെ കഴിക്കാറുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നും പറയണ്ട, മുഴുവൻ പാർട്ടിക്കാരും കണ്ണൂർ മുതൽ കാസർഗോഡ് ഈ ലോകത്തുള്ള അത് ഞങ്ങളുടെ പോണയിലുണ്ട്. ഞങ്ങളുടെ വന്നവരും എടുത്തവരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ. അടുത്ത ഹോട്ടലായിട്ടല്ല, ഇവിടെ ആൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കുഴപ്പമില്ല. വീട്ടിലെ ഊണും നമ്മൾ വലിയ ഹോട്ടലുകാരൊന്നും അല്ലല്ലോ. നമ്മൾ സാധാരണ ഒരു ചെറിയ, ഞാനും എൻ്റെ ചേട്ടനും ഉള്ളൂ ഇവിടെ. മക്കൾ 2 പേരും, ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് മെമ്പറാണ്. പിന്നെ മോന് ഇവിടെ ഇല്ല, അവൻ വെളിയില്ല. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും എന്തെങ്കിലും ഒരു ജീവിതമാർഗം വേണ്ടേ, ചുമ്മാ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഹോട്ടലിൽ നടത്തും. എൻ്റെ സ്വന്തം വീട് ലാക്കാട്ടൂര. കെട്ടിച്ചിരിക്കുന്നത് മീനട, ഈ ലാക്കാട്ടൂര്, പൂരാപ്പട ലാക്കാട്ടൂര്. പിന്നെ കെട്ടിച്ച വീട് മീനടത്ത്.
ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത് തുടങ്ങിയിട്ട് ഇത് 7-ാം വർഷമാണ്. 7 വർഷമായി. ഈ വർഷം ഞങ്ങൾ പോകണമെന്ന് ഓർത്തിരുന്നപ്പം ഇവിടുത്തെ അപ്പച്ചൻ പറഞ്ഞു ഒരു കൊല്ലം കൂടെ നിങ്ങൾക്ക് നടത്തിക്കോളാം, ഈ വീടൊക്കെ പൊളിക്കാനായിരിക്കും, വലിയ വീടൊക്കെ വെക്കാൻ അപ്പച്ചനൊക്കെ. നല്ല മനുഷ്യരാണ് കേട്ടോ, കുഴപ്പമൊന്നുമുള്ളവർ. നല്ല സുന്ദര വീടാണത്. ഔട്ട് ഹൗസ് തന്നെ കണ്ടോ, എല്ലാം ഉണ്ട്, അറിയുന്നേരം എല്ലാം ഉണ്ട്. അപ്പം അവരൊരു 2 മാസം മുമ്പ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. ഈ പുതുപ്പള്ളിയിൽ തന്നെ നല്ലൊരു ഊണാണ് ഞങ്ങൾ ഉണ്ടത്. ഒരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞ സാധനങ്ങൾ കൊടുക്കുന്ന മുളക് പൊടി ഇങ്ങനെയെല്ലാം കൊടുക്കുന്ന നേരെ വാദത്തിലുള്ള ചേച്ചിയുടെയൊക്കെയാണോ? അല്ല, ഇവിടുത്തെ ബന്ധത്തിലുള്ള ഇവിടെ ഒരു പൊടിമില്ലിന്റെ അടുത്തുള്ള ഇതാണ്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് വലിയ അഭേദ്യമായൊരു ബന്ധം ഈ ഇതിനുണ്ട്, ഇവിടെ ഈ പ്രദേശമുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിറയെ അടിച്ചൊരു വീടാണ്. നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ വീടായിട്ട് തോന്നുന്നു. ഒരു ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ട് ഇവിടെ, നല്ലൊരു പഴയ രീതിയിലുള്ള കാർ ഷെട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ അടിപൊളി ഊണ്, ഒരു മത്തി വറുത്തും ഒക്കെ കൂട്ടി ഞങ്ങൾ നല്ലൊരു ഊണുണ്ട്. പഴയ സന്തോഷമായി. അപ്പോൾ ചേച്ചിയായിട്ടാണ് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ അവിടെ നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും, അല്ലെ കോൺഗ്രസ്സുകാരുടെ പരിപാടിയാണെങ്കിലും, മറ്റുള്ള പാർട്ടിക്കാരുടെ പരിപാടിയാണെങ്കിലും, അതുപോലെ പള്ളിയിൽ നടക്കുന്ന പരിപാടിയാണെങ്കിലും ഒക്കെ ആൾക്കാർ ഇവിടെ വന്നാണ് ഭക്ഷണം കഴിക്കുന്നതാണ് ചേച്ചി പറയുന്നത്, അല്ലേ ചേച്ചി? തികയാതെ ഊണ്, സദ്യക്കാർക്ക് തികയാതെ ഊണ് വരുവാണെങ്കിൽ അവരിവിടെ വന്ന് ചോറ് മേടിച്ച് എടുത്തോണ്ട് പോകും. ഇവിടെ വന്ന് ചോറ് കൊണ്ട് ഇപ്പോൾ പുതുപ്പള്ളി പള്ളി നടക്കുന്നു. അവിടെ ചോറ് തികഞ്ഞില്ലെങ്കിൽ അവരിവിടെ വന്നെടുക്കും. ഇവിടെ വന്നെടുക്കും. അത്രയ്ക്ക് ഒരു ഗംഭീരൻ ഹോട്ടൽ, ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട് പോലെയുള്ള ഒരു നാടനൂണ് കൊടുക്കുന്ന ഒരു നല്ലൊരു വീട്. അപ്പോൾ അവിടുത്തെ ചേച്ചിയായിട്ടാണ് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത്. ചേച്ചി വർഷങ്ങളായിട്ട് ഉമ്മൻചാണ്ടി സാറിന് വോട്ട് ചെയ്യുന്ന ആളാണ്. ഉമ്മൻചാണ്ടി സാറിന് വലിയ അടുപ്പമുള്ള ആളാണ്. ചേച്ചിയുടെ ഒരു മകള് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. പുള്ളിക്കാരുടെ പേരെങ്ങനെയാണ്? സോണിയ എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഇതിന് സന്തോഷം. കൈപ്പത്തി ചിഹ്നമായിട്ട് മത്സരിച്ചല്ലേ? അപ്പോൾ ഉമ്മൻചാണ്ടി സാറാണ് ആ സോണിയയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ സജീവമായിട്ട് നിന്നത്. അങ്ങനെ ആ ഒരു ഫാമിലിയായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തെയും കൂടെ ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വന്നുകൊണ്ട് കാണാനിടയായി. ഒത്തിരി അവർക്കൊരു റോയിച്ചായനുണ്ട്, ഈ പാർട്ടി റോയിച്ചായൻ എന്ന് പറഞ്ഞ ഒരു അച്ചായനുണ്ട്. പിന്നെ വേറെ ഒക്കെ ഒത്തിരി പേരുണ്ട് ഈ കൊച്ചിനെ സഹായിച്ചവർ. ഒരുപാട് പേരുണ്ട്. ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഓക്കെ ചേച്ചി, ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.